ഫ്രണ്ട്സ്, കാൽക്കുലസ് ലേണിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് ഫിസിക്സിന്റെ ക്ലാസ് തുടങ്ങുന്നത്. തമ്മിലൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ നിങ്ങൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ഫിസിക്സിനെ പറ്റി നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളും എന്താണ്, ഇനി മാർക്ക് കുറയുമോ അതോ ടെക്സ്റ്റ് മാർക്ക് ശേഷം ഫിസിക്സ് പാടായോ എന്നങ്ങനെ കുറേയേറെ സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പേടിക്കേണ്ട മക്കളെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ മാറ്റമൊന്നും കഴിഞ്ഞ ടെസ്റ്റിൽ നിന്ന് നമ്മൾ പുതിയ ടെസ്റ്റിലോട്ട് വന്നിട്ട് ഉണ്ടായിട്ടില്ല. ഓക്കെ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അതൊരു വിഷയമല്ല ഇവിടെ. ഓക്കെ, നമ്മളത് അടിപൊളിയാക്കി തരും. നിങ്ങൾ ക്ലാസ് അടിപൊളിയായിട്ട്, ഞാൻ ഇടുന്ന ഓരോ ക്ലാസ്സും അടിപൊളിയായിട്ട് എന്നോടൊപ്പം ഫോളോ അപ്പ് ചെയ്താൽ ഈ വർഷം നിങ്ങൾ അടിപൊളിയായിട്ട് ഫിസിക്സിനും നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും കുറയാതെ കുറയത്തേ ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അബിൻ ബോസ് എന്നാണ്. നിങ്ങളെ ഫിസിക്സ് പഠിപ്പിക്കാൻ പോകുന്നത് ഞാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പാഠത്തെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം, ഒരു ഓവർവ്യൂ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് ഒരു കാര്യം എങ്ങനെ പഠിച്ച് തീർക്കാമെന്ന രീതിയിൽ പെട്ടെന്നൊരു പ്ലാനിങ് നമുക്ക് നടത്താവത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ജസ്റ്റ് നമുക്ക് നോക്കിയേക്കാം ആ പാഠത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ സൗണ്ടിനെ പറ്റിയിട്ട് തന്നെ, സൗണ്ടിന്റെ ഒരു ബേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സൗണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിന്റെ ബേസാണ് നമുക്ക് ആദ്യത്തെ ഒരു പാർട്ടിൽ കിടക്കുന്നത്. ഓക്കെ, രണ്ടാമത് വരുമ്പോൾ എന്താണ്, എത്ര തരം വേവ്സുകൾ ഉണ്ടെന്നുള്ള സെക്ഷൻ വരുന്നുണ്ട്. മൂന്നാമത്തത് ഇതിന്റെ ആപ്ലിക്കേഷൻസ്. ഈ ഒരു 3 കാര്യങ്ങൾ മാത്രമുള്ള ഈ ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ആദ്യത്തെ പാർട്ടായ ആ സൗണ്ടിന്റെ, അല്ലെങ്കിൽ ഒരു സൗണ്ട് വേവ് ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ആ സൗണ്ട് വേവിന്റെ ബേസിക് ആയിട്ടുള്ള നേച്ചർ, കാര്യങ്ങൾ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ പാഠം തുടങ്ങുമ്പോൾ തന്നെ ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് തരികയാണ്. ഓക്കെ, എന്താണ് നമുക്ക് നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് ദ സ്വിംഗ് ഹാവ്? ഓക്കെ, ഊഞ്ഞാലിന്റെ ചലനം ഏത് തരമാണ്? അപ്പോൾ സ്വിംഗ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് തന്നെ നോക്കാം. ചെയ്ത് പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. കാണാതെ പഠിച്ചിട്ട് നമുക്കൊരു കാര്യമില്ല. അത് നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ചിന്തിച്ച് നമുക്ക് തന്നെ ആൻസർ ചെയ്യാം. നോക്കിയോ, ഇതൊരു മരച്ചില്ലയാണെന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ എന്തോ ഒരു കമ്പി ഇരിക്കട്ടെ. നമ്മൾ സാധാരണ ഊഞ്ഞാലൊക്കെ കിട്ടത്തില്ലേ, നമുക്ക് നമ്മൾ ഓണത്തിന് ഊഞ്ഞാൽ കെട്ടും. പാർക്ക്, നമുക്ക് ഈ പല ജില്ലകളിലും പല പാർക്കുകളുണ്ട്. ഈ പാർക്കിനകത്തൊക്കെ എന്തുണ്ട്, ഊഞ്ഞാലുണ്ട്. മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഊഞ്ഞാൽ എന്ന് പറയുന്നത്. കാരണം നമ്മൾ പ്രായം നോക്കാതെ 6 വയസ്സ് തൊട്ട് 7 വയസ്സ്, 8, 9, 10, +1, +2, 20, 18, 38, അങ്ങനെ ഏത് വയസ്സുള്ളവരും കയറി ആടാൻ ഒരു വട്ടം ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഊഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് ആർക്കും ഊഞ്ഞാൽ അറിയാത്തവരെന്തായാലും കാണത്തില്ല. അപ്പോൾ ഈ ഒരു മനസ്സിലേക്കകത്ത് ഒരു ഊഞ്ഞാൽ തൂക്കിയിടുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരാൾ കയറിയിരിക്കുന്നു, ഒരാൾ ബാക്കിൽ നിന്ന് ആട്ടുന്നു, അല്ലെങ്കിൽ സ്വയം ആടുന്നു അയാൾ. അപ്പം ഇവിടുന്ന് തുടങ്ങുന്നത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരും ഇല്ലേ, അങ്ങോട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരും, അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും. അതായത് ഇപ്പം തന്നെ അതിൻ്റെ മോഷൻ തന്നെ ഉണ്ടോ, അങ്ങോട്ട് പോകുന്നു തിരിച്ചിങ്ങോട്ട് വരുന്നു, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ചലനം അവിടെ സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്ന ഒരു ടേമിനെ നമ്മൾ ഇംഗ്ലീഷിലാക്കി ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയും. എന്താ ടു ആൻഡ് ഫ്രോ മോഷൻ? അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചലനം. അപ്പോൾ ഇവിടെ എന്ത് മോഷൻ നടക്കുന്നത്, ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ. അപ്പോൾ ഈ ടു ആൻഡ് ഫ്രോ മോഷൻ നമ്മൾ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഓസിലേറ്ററി മോഷൻ നമുക്ക് പറയാകും, അല്ലെങ്കിൽ ഓസിലേഷൻ എന്നും നമുക്ക് പറയാകും. ഓക്കെ, അപ്പോൾ ഊഞ്ഞാലിലുള്ള അല്ലെങ്കിൽ സ്വിങ്ങിലുള്ള ചലനം എന്ന് പറഞ്ഞാൽ, മോഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓസിലേറ്ററി മോഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഓസിലേറ്ററി മോഷന്റെ മലയാളം എന്ന് പറഞ്ഞാൽ ദോലന ചലനം എന്നാണ് കേട്ടോ, ദോലന ചലനം. ഓക്കെ, അത് ടേം നമ്മൾ ഒന്ന് കുറിച്ച് വെച്ചേരെ. അപ്പോൾ നമുക്ക് ഈ ജസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചലനത്തെ, അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷനെ എന്താണെന്ന് കാണിക്കാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോണേ. എന്ത് നോക്കാം, ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരു പ്ലാസ്റ്റിക് വള്ളി, ഒരു കല്ല്, നമ്മൾ വേറെ വലുതായിട്ട് വല്ല കുപ്പിയോ പാട്ടയോ പന്തോ ഒന്നും എടുക്കുന്നില്ല. ഒരു കയറ്, ഒരു കല്ല്. ഓക്കെ, അപ്പോൾ ഇത് ഊഞ്ഞാലാണെന്ന് ഇരിക്കട്ടെ. ഊഞ്ഞാല് ഒരാൾ കയറിയിരിക്കുന്നു, ഒരാൾ ഇങ്ങനത്തെ കയറിയിരുന്നു, കയറിയിരുന്നിട്ട് എന്ത് ചെയ്തു, ബാക്കിൽ നിന്ന് ഒരാൾ ഇത് ആട്ടി വിടുന്നു. കണ്ടോ, ഇങ്ങനല്ലേ ഊഞ്ഞാലിന്റെ ചലനം, അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ടു ആൻഡ് ഫ്രോ മോഷൻ. ഓക്കെ, ഈ ടു ആൻഡ് ഫ്രോ മോഷനെ പറഞ്ഞ പേരാണ് ഓസിലേറ്ററി മോഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അഥവാ ദോലന ചലനം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ, വേറെ എവിടെയെങ്കിലും? അപ്പോൾ ഡെയിലി ലൈഫിൽ അങ്ങനെ കാണാൻ ചാൻസ് വളരെ കുറവാണ്. അങ്ങനെ കണ്ടാൽ നിങ്ങൾ ശ്രദ്ധിക്കത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ വരുന്നതെന്ന് പറഞ്ഞാൽ
നമ്മുടെ പഴയ വീടുകളിൽ അല്ലെങ്കിൽ പാലുകാഴ്ച കഴിഞ്ഞ വീടുകളിൽ ഒരു ഏസ്തറ്റിസം വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ക്ലോക്കുകളിൽ ഇപ്പം സാധാരണ ക്ലോക്ക് കാണാറില്ല, പെൻഡുലം ക്ലോക്ക് എന്ന് പറയും. പെൻഡുലം ക്ലോക്ക് മേടിക്കാറുണ്ട് ഇപ്പോഴും ആൾക്കാർ, ആ ഒരു ഭംഗി നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പം ആ ക്ലോക്കിന് ഇരിക്കുമ്പോൾ അതിൻ്റെ താഴെ കൂടെ ഒരു പെൻഡുലം പോലൊരു സാധനം ഇങ്ങനെ കാണും. അതെന്ത് ചെയ്യും, നമ്മൾ ടൈം മാറുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഓസിലേറ്ററി മോഷന് ഏറ്റവും പ്രധാനപ്പെട്ട ഡെയിലി ലൈഫിൽ നമ്മൾ സാധാരണ കാണപ്പെടുന്ന ഒരു എക്സാമ്പിളായിട്ട് പെൻഡുലം ക്ലോക്കിനെ നമുക്ക് പറയാം. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ മറ്റേ വലിച്ചു കെട്ടുന്ന റബ്ബർ ബാൻഡുള്ള വലിയുന്ന റബ്ബർ ബാൻഡ്. ഓക്കെ, അപ്പോൾ ഈ വലിയുന്ന റബ്ബർ ബാൻഡ് നമ്മൾ വലിച്ചു വെച്ചിട്ട് ഒന്ന് തട്ടി നോക്കിയാൽ ആ റബ്ബർ ബാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുന്ന കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഒരു മോശം ഉണ്ടാകുന്ന കാണാം. കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മുടെ വയലിൻ, വീണ പോലുള്ള വാദ്യോപകരണങ്ങളല്ല, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യാം, ഇങ്ങനെ തട്ടുമ്പോൾ ആ ഒരു സ്ട്രിങ്ങിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മോഷൻ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്ന ആ ഒരു മോഷൻ, ടു ആൻഡ് ഫ്രോ മോഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഓസിലേറ്ററി മോഷൻ എക്സാമ്പിളാണ്. അപ്പോൾ ഇത്രയും ഡൗട്ട് ഉണ്ടോ, ഇത്രയും മനസ്സിലായല്ലോ, ഞാൻ ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഓസിലേഷൻ എന്താണെന്ന് നമുക്കൊന്നും കൂടെ ആ ഒരു അപ്പാരറ്റസ് വെച്ചിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മളിതാ എടുക്കുന്നു, അതാണ്ട് ഒരു റോപ്പ്, ഒരു കല്ല്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിനെ ഒന്ന് മോഷനിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ, കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ടും. നമ്മൾ ഈ വീഡിയോ ഫുള്ള് ഇങ്ങനൊരു വേർഡായിരിക്കും പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായരുത്, കാരണം അതാണ് നമ്മുടെ അതിനകത്ത് മെയിൻ പോയിന്റ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതിന് ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റെപ്പറ്റേറ്റീവ് അല്ലെങ്കിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് അല്ലെങ്കിൽ ടു ആൻഡ് ഫ്രോ മോഷൻ, ബാക്ക് ആൻഡ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം അർത്ഥം തന്നെ. അപ്പോൾ ഈ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ, അതിനെയാണ് പറയുന്നത് എന്താണ്, അതായത് ഒരു പെട്ടെന്ന് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ഒരു മോഷനെ പറഞ്ഞ പേരാണ് ദോലന ചലനം അഥവാ ഓസിലേറ്ററി മോഷൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇത് ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഒരു കൃത്യമായ സമയ ഇടവേള വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഇത്രയും ഒന്നും ഒരുമിച്ച് പറഞ്ഞാൽ തന്നെ ഇതിന്റെ ഡെഫിനിഷനായി. ഇത്ര ശ്രദ്ധിച്ചോ, ദ റെപ്പറ്റേറ്റീവ് മൂവ്മെന്റ് ഓഫ് അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെന്റ് ഓഫ് ആൻ ഒബ്ജെക്ട് ഇൻ റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം ഈസ് കോൾഡ് ഓസിലേറ്ററി മോഷൻ. ഓക്കെ, അപ്പോൾ നോട്ട് ഞാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ആ നോട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ദ റെപ്പറ്റേറ്റീവ് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെന്റ് ഇൻ എ റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം ഈസ് കോൾഡ് ഓസിലേറ്ററി മോഷൻ. അതായത് കൃത്യമായ സമയ ഇടവേളകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഇരുവശങ്ങളിലേക്കുമുള്ള ആ ഒരു ചലനത്തെ പറഞ്ഞ പേരായിരിക്കും എന്താണ്, ദോലന ചലനം എന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഈ നോട്ട് എല്ലാവരും പോസ്റ്റ് ചെയ്തിട്ട് നോട്ടെല്ലാം എടുക്കണം, നോട്ടെല്ലാം എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു പാർട്ടിലൂടെ നടക്കാം. അപ്പം നമ്മൾ ഓസിലേഷൻ എന്താണെന്ന് പഠിച്ചത്, അതായത് ദോലന ചലനം എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മോഷൻ, അത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് ആൻഡ് ഫോർത്ത്. അപ്പോൾ ദോലന ചലനം എന്തോ നമ്മൾ തീർത്തു. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ഏറ്റവും ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ എന്നാണ് ഇരിക്കുന്നത്, ഒരു ഓസിലേഷൻ, അതായത് ഒരു ഓസിലേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ ഇതാണ്. ഓക്കെ, ഒരു തുലന സ്ഥാനം എന്ന് പറയും, ഇതാണ്. അപ്പോൾ ഈ ഒരു മോഷൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ തള്ളി വിടുമ്പോൾ ഇത് അവിടം വരെ പോകും, അവിടം വരെ ഒരു നിശ്ചിത ദൂരം അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഇവിടെ വരും ഇല്ലേ, ഇവിടെ വന്നിട്ട് തിരിച്ച് നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. പക്ഷെ എവിടെ നിൽക്കുന്നോ അല്ലെങ്കിൽ ഈ ഭാഗം എപ്പോൾ വരുന്നോ അപ്പോഴായിരിക്കും ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഇപ്പൊ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവുന്ന രീതി ഒന്നുകൂടെ പറഞ്ഞുതരാം. തോന്നിക്കും ഞാൻ എന്താ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, പോകുന്നു, തിരിച്ചതാ എൻ്റെ കയ്യിൽ വന്നു. ഇപ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയത്. ഓക്കെ, ഇവിടുന്ന് വിടുന്നു, ഇവിടുന്ന് റിലീസ് ചെയ്യുന്നു, പോയിട്ട് തിരിച്ച് ഇവിടെ തന്നെ വരുന്നു. ഇവിടെ വന്നാലായിരിക്കും എന്താണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇനി ഇവിടുത്തെ വെച്ച് പറയാനാണെങ്കിൽ ഇതാണ്ടേ
അങ്ങോട്ട് പോകുന്നു, ഇവിടെ വന്നു, തിരിച്ച് ഇവിടെ എപ്പോൾ വരുന്നോ അപ്പോഴായിരിക്കും ഒരു ഓസിലേഷൻ, വൺ കംപ്ലീറ്റ് ഓസിലേഷൻ ഉണ്ടാവുന്നത്. ഇത് മനസ്സിലാവുന്നതിന് ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. താണ്ടേ ഇവിടുന്നാണ്, ഇതാണ് ഞാൻ പറഞ്ഞ ഇക്വിലിബ്രിയം പൊസിഷൻ, തുലന സ്ഥാനം എന്ന് പറയും. അപ്പൊ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യും, മോഷൻ തുടങ്ങുന്നത് ചെയ്യട്ടെ, ഇവിടുന്ന് അങ്ങോട്ട് പോയി തിരിച്ചു വന്നു, ഇവിടെ വരുന്ന സമയമുണ്ടല്ലോ, ഇവിടെ വരുന്ന സമയത്തായിരിക്കും ഒരു ഓസിലേഷൻ. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഓസിലേഷൻ എത്ര ഓസിലേഷൻ ഉണ്ടായെന്ന് എണ്ണാം. അണ്ടേ 1 2 3. ഓക്കെ, ഇത് 3 ഓസിലേഷനായി. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ അങ്ങോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു, ഇവിടെ തുടങ്ങിയെടുത്ത് എപ്പോൾ വരുന്നോ അപ്പോഴായിരിക്കും ഒരു ഓസിലേഷൻ. ഒന്നുകൂടെ പറഞ്ഞാൽ എന്താണ്ട്, ഇവിടുന്ന് വരുന്നു, നമ്മൾ ഇവിടുന്ന് തുടങ്ങുന്നിരിക്കട്ടെ, പോകുന്നു, തിരിച്ചാ വന്നു, പോയ സ്ഥലത്ത് എപ്പോഴാണോ തിരിച്ചെഴുതുന്നത് അപ്പോഴായിരിക്കും ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ ഉണ്ടായെന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കും ഒരു ഡൗട്ടും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് പുതിയൊരു സെക്ഷനിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ റൂമിന് ഭയങ്കര ആവി ആയതുകൊണ്ട് ഞാൻ വിയർത്തിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് പോയി ഒന്ന് വൈപ്പൊക്കെ ചെയ്തിട്ട് വന്നിട്ടാണ് വീണ്ടും വന്നിട്ട് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോക്ക് ചെറിയൊരു ലാഗ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഏരിയയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഒരു 3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഓവറാവും. അപ്പോൾ നമുക്ക് അതുകൂടെ പറയാം. ഓക്കെ, അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതിന്റെ പേരാണ് ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി എന്ന് പറയും. എന്താണ് ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയാം. നമുക്ക് ജസ്റ്റ് നമ്മുടെ സെയിം അപ്പാരറ്റസ് വെച്ചിട്ട് നമുക്കത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയോ, വീണ്ടും നമ്മൾ എടുക്കുന്നു നമ്മുടെ റോപ്പ്, നമ്മുടെ കല്ല്, നമ്മുടെ സ്വന്തം റോപ്പും നമ്മുടെ സ്വന്തം കല്ലും. അപ്പോൾ നോക്കിയോ, എന്തെടുത്ത് പറയുന്നത്, അതെ, ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി എന്താന്ന് നമുക്ക് പറയാം. ഓക്കെ, താണ്ടേ അയ്യോ ഇവിടെ നിന്നാണല്ലോ തുടങ്ങുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞായിരുന്നു ഇക്വിലിബ്രിയം പൊസിഷൻ, അല്ലെങ്കിൽ ഇതാണ് തുലന സ്ഥാനം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടുന്ന് താണ്ടേ അങ്ങോട്ട് പോകുമ്പോൾ ഒരു പരമാവധി ഡിസ്റ്റൻസ് അങ്ങോട്ട് പോയിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. ഒരു നിശ്ചിതമായ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് അവിടെ വരെ പോവും, മാക്സിമം ഒരു ദൂരം വരെ പോയിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു വശത്തോട്ടുള്ള, ശ്രദ്ധിച്ചോണം, ഈ ഒരു തുലന സ്ഥാനം അഥവാ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു വശത്തോട്ടുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ഇവിടുന്ന് തുടങ്ങി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ആട്ടി വിടുമ്പോൾ ഈ ഒരു മാക്സിമം ഡിസ്റ്റൻസ് വരെ പോകും. അപ്പൊ ഈ പോകുന്ന ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി എന്ന് പറയും. എന്തോ ആയതി എന്ന് പറയും. താണ്ടേ ഇവിടുന്ന് താണ്ടേ ഇങ്ങോട്ട് പോകുമ്പോൾ കണ്ടോ, അപ്പൊ ഇങ്ങോട്ട് വിടുമ്പോൾ ഇതാണ് മാക്സിമം, അവിടെ പോയി തിരിച്ചു വരും. അപ്പം പോകുന്നത് എവിടെ, ആ പോകുന്ന എവിടം വരാണോ അതായിരിക്കും അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആംപ്ലിറ്റ്യൂഡിനെ നമ്മളിപ്പം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലെറ്റർ എന്ന് പറയുന്നത് എ എന്നാണ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും, എ എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇനി ആംപ്ലിറ്റ്യൂഡ് ഒരു തരം ഡിസ്റ്റൻസ് ആണേ. ഇനി ആംപ്ലിറ്റ്യൂഡിനെ മലയാളോട് എഴുതാം, ആയതി. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു കേട്ടോ മലയാളം പറയാനൂടെ. അപ്പോൾ ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയും. അപ്പം ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി നമ്മൾ എന്തിന് ഈ ആൽഫബറ്റ്, ചെറിയൊരു ആൽഫബറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും, എ എന്ന് പറയുന്ന ആൽഫബറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു തരം ഡിസ്റ്റൻസ് അല്ലേ, ഒരു ദൂരമല്ലേ. അതായത് ഇതാണ്ടേ നമ്മുടെ നോക്കിയോ, ഇതൊരു ദൂരമല്ലേ. ഇവിടുന്ന് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, ഇവിടുന്ന് ഒരു ദൂരം, മാക്സിമം ഒരു ദൂരം പോകുന്നുണ്ട്, ഡിസ്റ്റൻസ് പോകുന്നുണ്ട്. അപ്പോ നമ്മൾ ദൂരമായതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ് നമ്മൾ മീറ്റർ ആണ്. എന്താണ്? മീറ്റർ ആണ് അതിന്റെ യൂണിറ്റ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ് അഥവാ ആയതിയുടെ യൂണിറ്റ് ആണ് എന്താണ്, മീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സംഭവം പഠിച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ ടു വൺ സൈഡ്, ഇതാണ് എന്താണ്, ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അതായത് തുലന സ്ഥാനത്ത് നിന്ന് ഏതെങ്കിലും ഒരു വശത്തോട്ടുള്ള പരമാവധി സ്ഥാനാന്തരത്തിന് പറയുന്ന പേരാണ് ആയതി. ഓക്കെ,
അപ്പോൾ നോട്ടിനോട് കൊടുത്തിട്ടുണ്ട്, പോസ് ചെയ്ത് വെക്കുക, എഴുതുക. ഓക്കെ, അപ്പോൾ എല്ലാം നോക്കേ, ആയതി എ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. അത് ഒരു തരത്തിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ആയത് കൊണ്ട് അതിന്റെ യൂണിറ്റ്, അഥവാ നമ്മളിപ്പം കണ്ടേ ഇവിടുന്ന് ഇവിടം വരെ ഒരു അല്ലേ വേണ്ട, കുഴപ്പമില്ല. എനിക്ക് ഇപ്പം ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ഒരു കണക്ക് ചെയ്യുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് 2 മീറ്റർ എന്ന് പറഞ്ഞായിരിക്കും എഴുതുന്നത്. അതാണ് യൂണിറ്റ്. നമ്മൾ ഈ ഒരു അളവ് കഴിഞ്ഞിട്ട് എഴുതുന്ന യൂണിറ്റിനെ ആണ്, അത് ആംപ്ലിറ്റ്യൂഡ് കേസ് വരുമ്പോൾ അത് മീറ്റർ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് യൂണിറ്റ് മീറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ അക്കം കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലത്ത് എന്ത് എഴുതും? മീറ്റർ എന്ന് എഴുതും. അതാണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ പോസ് ചെയ്യുക, നോട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇനി അതിന്റെ നോട്ട് എന്ന് പറഞ്ഞാൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് ആംപ്ലിറ്റ്യൂഡ്. ദ സിംബൽ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഈസ് എ. ദ SI യൂണിറ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഈസ് മീറ്റർ. ഓക്കെ, തുലനസ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവാണ് ആയതി. എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ആയതിയുടെ SI യൂണിറ്റ് M ആണ്, അഥവാ മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞുതരാം. അതെ, സംഭവം എന്ന് പറഞ്ഞാൽ ഈ മനസ്സിലായിട്ടും വീണ്ടും വീണ്ടും കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ബോറടിക്കും. പക്ഷേ മനസ്സിലാവാത്ത കുട്ടികൾ കാണും, അപ്പോൾ അവർക്ക് മനസ്സിലാവണം. ബാക്കിയുള്ളത് കുറച്ച് സ്കിപ്പ് അടിച്ച് പോകാം. ഓക്കെ, നോക്കിയതാണ്ടേ, ഇവിടുന്ന് ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ, തുലന സ്ഥാനം. കണ്ടേ, ഇവിടുന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുന്നു. ഇങ്ങോട്ട് ഏതെങ്കിലും ഒരു വശത്തോട്ട് പോകുമ്പോൾ മാക്സിമം ഒരു സ്ഥലം വരെ പോകും. അപ്പോൾ അത്രയും ദൂരം ഉണ്ടല്ലോ. അതായത് ആണ്ടേ, ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വയർ, നമ്മുടെ റോപ്പ്, കല്ല്. ഇത് കയ്യിലിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ആട്ടി വിടുന്നു. ആട്ടി വിടുമ്പോൾ ഒരു ദൂരം ഇത്രയും പോകും. ഇത്രയും പോയിട്ടാണ് തിരിച്ചെന്ത് ചെയ്യുന്നത്? ഇവിടെ വന്നിട്ട് തിരിച്ചിവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോകുന്നു, അവിടെ പോയിട്ട് ഒരു മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വരെ പോയിട്ട്, അല്ലെങ്കിൽ ഒരു മാക്സിമം ഡിസ്റ്റൻസ് വരെ പോയിട്ട് തിരിച്ചു വരുന്നു, ഇങ്ങോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെ വരും. ഇതാണ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ തുലനസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ ഒരു മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വന്നില്ലേ, ഇതിനെയാണ് എന്ത് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അഥവാ ആയതി എന്ന് പറയും. ഓക്കെ, ഡൗട്ടൊന്നുമില്ല. നമ്മൾ രണ്ടാമത്തെ കാര്യം പറയാൻ പോവാം. അപ്പോൾ രണ്ടാമത്തത് പീരീഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സാധനം എടുക്കാം, എടുത്ത് വെച്ചു. അതെ, ഇതാണ് തുലനസ്ഥാനം, ഇക്വിലിബ്രിയം പൊസിഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് എപ്പോഴാണ് ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ ഉണ്ടാകുന്നത്? എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് തിരിച്ചെപ്പോൾ വരുന്നോ അപ്പോഴായിരിക്കും ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഇവിടെ തുടങ്ങി പോയി കണ്ടോ, തിരിച്ച് എപ്പോഴാണോ ഇവിടെ തന്നെ വരുന്നത് അപ്പോഴായിരിക്കും ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ പീരീഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ. ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കുന്ന സമയം, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഓസിലേഷൻ ഉണ്ടാവാൻ എടുക്കുന്ന സമയത്തിന് എന്ത് പറയും? പീരീഡ് എന്ന് പറയും. ഓക്കെ, അതായത് ഇപ്പം നോക്കിയതാണ്ടേ, നമ്മൾ നീളം ചെറുതായിട്ടൊന്ന് കൂട്ടുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് തുടങ്ങുക. നമ്മളൊരു സ്ലോ മോഷനിൽ പറഞ്ഞോ അല്ലേ, ഇത് ഇവിടെ തുടങ്ങി ഇവിടെ ഇങ്ങ് വരണം, വന്നിട്ട് തിരിച്ച് ഇവിടെ പോയിട്ട് ഇവിടെ വരുമ്പോഴാണ് ഇതിനകത്തൊരു കംപ്ലീറ്റ് ഓസിലേഷൻ ഉണ്ടാകുന്നത്. അപ്പം ഇതിനൊരു ടൈം ഉണ്ടാവുമല്ലോ. ഇനി നമ്മൾ ഇതിൻ്റെ നീളം ഒന്ന് കുറയ്ക്കുക. നീളം കുറച്ച് ഇത്രയാക്കുമ്പോൾ അറിയാലോ, ഇത്രയാക്കിയിട്ട് കണ്ടോ, ഇത്രയും പോവും, ഇത്രയും ദൂരെ അത് പോകത്തുള്ളൂ. അപ്പം ഞാൻ ഇവിടെ നിന്ന് തള്ളി ഇവിടെ വരികട്ടെ, പോയി ഇവിടം വരെ വരും. ഇവിടെ ആയിരിക്കും എൻ്റെ മാക്സിമം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാകുന്നത്. ഇവിടെ വന്നിട്ട് തിരിച്ചിവിടെ എടുക്കും. നമ്മൾ സ്പീഡിൽ കാണിച്ചാൽ അത്രയും പെട്ടെന്ന് ആവും. അപ്പോൾ ഇതിനൊരു കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കാനുള്ള സമയം വളരെ കുറച്ചായിരിക്കും. പക്ഷെ അതേസമയം ഇത്രയും നീളം കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കാനുള്ള സമയം വേറെ ആയിരിക്കും. അതിൻ്റെ പീരീഡ് വ്യത്യാസമായിരിക്കും. അപ്പോൾ പീരീഡ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എന്തുവാ, വേറെ ഒന്നും നിങ്ങൾ കാട് കയറി ചിന്തിക്കേണ്ട. പീരീഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കാനുള്ള സമയം, അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, അതിനാണ് എന്ന് പറയുന്നത് പീരീഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ
പീരീഡ് എന്തോ പറഞ്ഞേ, ഒരു ടൈമാണല്ലോ. ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ ആണ് പീരീഡ്. ടൈമാണ്, നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ടൈം എപ്പോഴും എന്ത് യൂണിറ്റ് ആയിരിക്കും? ടൈം എപ്പോഴും സെക്കൻഡിലായിരിക്കും. അതിന്റെ യൂണിറ്റ് എന്താണ്? അതിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെ പീരീഡിന്റെ യൂണിറ്റ് ആണെന്തോ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന സിമ്പിൾ എന്ന് പറയാൻ ടി ആണ്. ഓക്കെ, കാരണം ടൈം ആണല്ലോ, ഒരു ടൈം ആണല്ലോ, അപ്പോൾ അതിന് സൂചിപ്പിക്കുന്ന ടി ആണ്. അതിന്റെ സെക്കൻഡ്, അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? സെക്കൻഡ് ആയിരിക്കും. അതിനെ നമ്മൾ സ്മോൾ എസ് കൊണ്ട് എന്ത് ചെയ്യും? ഡിനോട്ട് ചെയ്യും. അപ്പോൾ നമ്മളിത് ഒന്നുകൂടെ അവസാനം പറഞ്ഞു തരും. മനസ്സിലാവാത്തവർ ഈ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ട് കണ്ടാലും മതി, മനസ്സിലാവും. ഓക്കെ, ഫ്രീക്വൻസി അഥവാ ആവൃത്തി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ കംപ്ലീറ്റ് ആകുന്നു, അതാണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. അഥവാ നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. അല്ലെ, അങ്ങോട്ടൊന്നും പോകണ്ട, നിങ്ങൾ ഇത് മാത്രം ശ്രദ്ധിക്കും. എന്തുവാ, ഒരു സെക്കൻഡ് ടൈം ഉണ്ടല്ലോ. ഇപ്പം ഒരു സെക്കൻഡ് ടൈമിൽ എത്ര ഓസിലേഷൻ ഉണ്ടാവുന്നു എന്ന ഒരു കണക്കിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇത്രയും ചെറിയ ഒരു സംഭവം. അപ്പം ഒരു സെക്കൻഡ് കൊണ്ട് ഇത് കണ്ടോ, ഇതിപ്പോൾ എത്ര ഓസിലേഷൻ ആയി കാണും? ഒരു സെക്കൻഡ് കൊണ്ട്. പക്ഷെ ഇതേ ഓസിലേഷൻ ആയിരിക്കത്തില്ലല്ലോ ഇവിടെ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ഒരു സെക്കൻഡ് വേണ്ടി വരും ചിലപ്പോൾ. പക്ഷേ ഇത്രയും ചെറുതായിരുന്ന സമയത്ത് ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ഓസിലേഷൻ ആയി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അതിന്റെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ എത്ര ഓസിലേഷൻ അവിടെ കംപ്ലീറ്റ് ആവുന്നു, എത്ര നമ്പർ ഓഫ് ഓസിലേഷൻ അവിടെ ഉണ്ടാകുന്നു, അതിനെ പറയുന്നതാണ് ഫ്രീക്വൻസി അഥവാ ആവൃത്തി എന്ന് പറയും. അപ്പൊ നമുക്ക് ഒന്നും കൂടെ എന്തൊക്കെ നോക്കാം. വേറെ കാര്യം ആഡ് ചെയ്യാനുണ്ട്. ഫ്രീക്വൻസി എപ്പോഴും ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ എഫ് ആയിരിക്കും. ഓക്കെ, അതിന്റെ യൂണിറ്റ് ഹെർട്സ് ആയിരിക്കും. ഹെർട്സ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞന്റെ പേരിൽ നിന്ന് യൂണിറ്റ് ഉണ്ടായതുകൊണ്ട് എഴുതുമ്പോൾ എല്ലാം ചെറിയ അക്ഷരത്തിൽ എഴുതുമെങ്കിൽ നമ്മൾ സിംബലൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ എച്ച് വലുതായിരിക്കും. അത് നമ്മൾ പണ്ട് ക്ലാസ്സിൽ പഠിച്ചത്. ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ, അന്ന് മൈൻഡ് ചെയ്യണ്ട. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ആയതി എന്ന് പറയും. അതിനെ എ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അതിന്റെ യൂണിറ്റ്, അതായത് ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് എഴുതിയതിനു ശേഷം ലാസ്റ്റ് നമ്മൾ സാധനം എഴുതും, അതിന് മീറ്റർ ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയും. ആംപ്ലിറ്റ്യൂഡിന്റെ അഥവാ ആയതിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ഡിസ്റ്റൻസ് ആണ്, മാക്സിമം. അതെ, നമ്മൾ ഒന്നുകൂടെ പറഞ്ഞു തരാം. അതെ, ഇവിടുന്ന് ഉണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഇവിടുന്ന് ഏതെങ്കിലും ഒരു വശത്തോടെ തുല്യ സ്ഥാനത്ത് നിന്ന് ഏതെങ്കിലും വശത്തോട്ടുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നു, അതായത് ഞാൻ സ്ലോ ആക്കി കേട്ടോ. അതെ, ഈ തുല്യ സ്ഥാനത്ത് നിന്ന് ഇവിടെ ഉണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ അടുത്ത പീരീഡ് എന്ന് പറഞ്ഞാൽ അതിനെ ടി കൊണ്ട് ഡിനോട്ട് ചെയ്യും. യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. ടൈം ടേക്കൺ ആണ് അവിടെ നോക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്? അവിടെ സെക്കൻഡ് ആണ്. ഇവിടെ എന്താണ്? ഫ്രീക്വൻസി. അവിടെ യൂണിറ്റ് വരുന്നത് ഹെർട്സ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പാഠത്തിൽ പഠിക്കാൻ. അപ്പോൾ ഇതുവരെ പഠിച്ചതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യമേ യൂണിറ്റിനെ പറ്റി ഒരു ഓവർവ്യൂ നടത്തി. ഓക്കെ, അതിന് നിങ്ങളെല്ലാവരും ഇപ്പോൾ ചിലപ്പോൾ കസേരയിൽ ഇരുന്ന് വീഡിയോ കാണുന്നവരുണ്ടാവും, കിടന്ന് വീഡിയോ കാണുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ജസ്റ്റ് ഒന്ന് നേരെ ഒരു പോസ്റ്ററൊക്കെ നേരെയാക്കി വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്നതൊന്ന് ശ്രദ്ധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു, കണ്ണടച്ചാലോചിച്ച് നോക്കും. നമ്മൾ ക്ലാസ്സിൽ കയറിയപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് നമ്മൾ ഓവർവ്യൂവിനെ പറ്റി. ഓക്കെ, പാഠത്തിന്റെ ഓവർവ്യൂവിനെ പറ്റി പറഞ്ഞ് 3 പാർട്ടായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പാർട്ട് ഇപ്പൊ തീർന്നു കണ്ടോ, ഒന്നാമത്തെ പാർട്ട് തീർന്നു. നമ്മൾ ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്തുവായിരുന്നു? ഞാൻ തന്നെ പറഞ്ഞതല്ലോ. ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ് ഓസിലേഷൻ. ഓക്കെ, ഓസിലേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു തന്നു. അപ്പം ഓസിലേഷൻ എന്താണെന്ന് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. ഓസിലേഷൻ എന്താണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് സ്വിങ് അഥവാ ഊഞ്ഞാൽ ഏത് തരത്തിലുള്ള ഓസിലേറ്ററി മോഷൻ ആണോ, അതാണോ, സർക്കുലർ ആണോ, റിക്ടേലിയർ ആണോ, അങ്ങനെ എന്തോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അടുത്തത് എന്തോ പറഞ്ഞേ? ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെ ഓസിലേഷനോട് ബന്ധപ്പെട്ട ആംപ്ലിറ്റ്യൂഡിന്റെ കാര്യം പറഞ്ഞു, അഥവാ ആയതിയുടെ കാര്യം പറഞ്ഞ്. പിന്നെന്തായിരുന്നു? അതന്നെ പീരീഡിനെ പറ്റി പറഞ്ഞു. പിന്നെ ഫ്രീക്വൻസിയെ പറ്റി അഥവാ ആവൃത്തിയെ പറ്റി പറഞ്ഞു. അപ്പോൾ
ഇതെല്ലാം പറഞ്ഞു. അപ്പം നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഞാനൊരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യണമെന്നോ ബെല്ലൈക്കൺ ഞെക്കണമെന്നോ അതിനകത്തുള്ള നോട്ടിഫിക്കേഷൻ എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ കാണണമെന്നോ ഫോളോ അപ്പ് ചെയ്യണമെന്നോ എന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ മാത്രം, നിങ്ങൾക്ക് ഇനിയും എന്നെ കാണണമെന്ന് തോന്നിയാൽ, ഞാൻ പഠിക്കണമെന്ന് തോന്നിയാൽ മാത്രം എന്ത് ചെയ്യുക, വീഡിയോക്ക് ചെറിയൊരു ലൈക്ക് കൊടുക്കുക, താഴെ ചെറിയൊരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അവിടെ ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അവിടെ ബെല്ലൈക്കൺ ചെറുതായിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങളുടെ എന്ത് ചെയ്യും, നിങ്ങളത് എപ്പോഴെപ്പോഴും പോസ്റ്റ് ചെയ്യുന്ന അപ്പോഴപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.